നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറെ തിരക്കുകളുള്ള ഒരു വ്യക്തിയെയാണ്. ഏറെ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ സ്വന്തം തൊഴിലിൽ മാത്രം ഒതുങ്ങുന്ന ചെറുപ്പക്കാർക്കെല്ലാം മാതൃകയാവുകയാണ് ജ്യോതിഷ് എന്ന ചെറുപ്പക്കാരൻ. ജോലിക്കൊപ്പം മനോഹരമായ പക്ഷികളെയും അലങ്കാര മത്സ്യങ്ങളെയും ചെടികളെയും വളർത്തി ജീവിതത്തിൽ പുത്തൻ ഉണർവുണ്ടാക്കുകയാണ് ജ്യോതിഷ്. ജോലിക്ക് പോകുന്നതിന് മുമ്പും ജോലി കഴിഞ്ഞു വന്നതിന് ശേഷവുമുള്ള സമയമാണ് ഇവയുടെ പരിപാലനം നടത്താറ്. എൻ്റെ പേര് ജ്യോതിഷ്. ഞാൻ വില്യാപ്പള്ളിയിലാണ്. അലങ്കാര മത്സ്യങ്ങളും അലങ്കാര ബേഡ്സുകളും പിന്നെ ചെടികൾ ഇവയാണ് ഞാൻ വളർത്തുന്നത്. ഇതൊരു ടൈം പാസ് ആയിട്ടാണ്, ഇതൊരു ബിസിനസ് എന്ന നിലയിലല്ല. നമ്മളൊരു വീട്ടിന് ഒരു സന്തോഷം എന്ന നിലയിലേക്കാണ് ഇത് കുറേ വർഷങ്ങളായി ഞാൻ ഇതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജ്യോതിഷേട്ടന് ഈ മത്സ്യങ്ങളും അതുപോലെ തന്നെ പക്ഷികളൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി കാണും? ഞാനൊരു 10 വർഷമായി ഇതിലേക്ക് ഇറങ്ങിയിട്ട്. പിന്നെ ഇതൊരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ജ്യോതിഷേട്ടൻ്റെ അടുക്ക എത്ര ഇനം പക്ഷികളാണ് നിലവിലുള്ളത്? എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ലവ് ബേഡ്സ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ ബേഡ്സ്, കോക്ടെയിൽ, പിന്നെ പിഞ്ചസ്. ഇത് 4 വെറൈറ്റി സാധനങ്ങളുള്ളത്. അതുപോലെ ആഫ്രിക്കനിൽ 3-4 വെറൈറ്റി സാധനമുണ്ട്. പിന്നെ ലവ് ബേഡ്സ് 2-3 വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട്. ഈ പക്ഷികളൊക്കെ എങ്ങനെ ഇവിടുന്ന് വിൽക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് നേരിട്ട് കൊടുക്കാനാണ്, എങ്ങനെയാണ് ഇതിൻ്റെ? എന്ന് വെച്ചാൽ ആൾക്കാർ ഇവിടെ വരുത്താണ്. കാരണം വെച്ചാൽ നമ്മളെ ആൾക്കാരെ പോലെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലൂടെ നമ്മൾ പക്ഷീനെ വിൽപ്പന ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ ആൾക്കാർ ഇവിടെ വരും. പിന്നെ കൂടാതെ ഷോപ്പുകളിൽ നമ്പറുകളുണ്ട്. അപ്പോൾ ആ നമ്പറിൽ എന്നെ വിളിക്കും, ഇങ്ങനെ അവിടെ ബേഡ്സ് വേണമെന്ന് പറയുമ്പോൾ അവിടെയും കൊണ്ടു കൊടുക്കലുണ്ട്. ഇപ്പോൾ ജ്യോതിഷേട്ടൻ്റെ അടുക്കുള്ള പക്ഷികളിൽ ഇപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫുഡിൽ എന്തെങ്കിലും വെറൈറ്റി ഫുഡുകളോ അല്ല അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? മെയിനായിട്ട് നമ്മൾ വെള്ളം മാറ്റലാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ വെള്ളം കൃത്യമായി 2 നേരം മാറ്റി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഇതിൽ ഏറ്റവും ഗുണം. ഈ വെള്ളത്തിലൂടെയാണ് പലതരം പക്ഷികൾക്ക് പല അസുഖങ്ങൾ വരുന്നത്. ഈ കാഷ്ടം വെള്ളത്തിലായിട്ടാണ് പല വീട്ടുകളിലും പക്ഷികൾ ചത്തുപോകുന്നത്. അതിന് പ്രധാനമായി ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വെള്ളം 2 പ്രാവശ്യം മാറ്റി വെക്കുക. അല്ലെങ്കിൽ അതിൻ്റേതായ സെറ്റപ്പ് ബോട്ടിൽ വരുന്നുണ്ട്. ആ ബോട്ടിൽ വെച്ചാൽ വെള്ളം നമുക്ക് ഡെയിലി മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. മറ്റു നമ്മൾ പാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിൽ മെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 പ്രാവശ്യമെങ്കിലും വെള്ളം മാറ്റി വെക്കണം. അതിലൂടെയാണ് വൈറസ് രോഗങ്ങൾ, വെള്ളം മാറ്റി വെക്കാത്ത പല വീടുകളിലും ലവ് ബേഡ്സുകൾക്ക് തൂക്കൽ, അങ്ങനത്തെ അസുഖങ്ങൾ, പിന്നെ വൈറലായി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് വെള്ളം 2 പ്രാവശ്യം മാറ്റി വെച്ചാൽ തന്നെ നമ്മളെ വീട്ടിലെ പക്ഷികൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും. പിന്നെ ഫുഡിൻ്റെ കാര്യം വെച്ചാൽ കൂടുതൽ തുളസിയാണ്. ഈ ലവ് ബേഡ്സുകളും ആഫ്രിക്കൻ എല്ലാത്തിനും തുളസി എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പിന്നെ ഫുഡ് പിന്നെ തെന, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഫ്രിക്കൻ ബേഡ്സുകൾക്ക് മെയിനായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ രാവിലത്തെ ചെറുപയർ പോർക്കുള്ളൂ കറികൾക്കുള്ളൂ, അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഇതിനായി ഉപയോഗിച്ചാൽ അതും നല്ലതാണ്. നിലവിൽ എന്തൊക്കെ ഇനം അലങ്കാര മത്സ്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഗപ്പികൾ, ഏഞ്ചലുകൾ, ഓസ്കാർ, കാർപ്പ്, അങ്ങനത്തെ
വെറൈറ്റി സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഫൈറ്ററിന്റെ കുറച്ച് ശേഖരണമുണ്ട്. മത്സ്യങ്ങളൊക്കെ എങ്ങനെയാണ് വിൽപ്പന രീതി എങ്ങനെയാണ് ഇതിന്റെ? മത്സ്യം വിൽപ്പന എന്നത് ഒരു വിൽപ്പനക്കായിട്ട് ഉദ്ദേശിച്ചല്ല ഞാൻ ഇത് തുടങ്ങിയത്. കാരണം വെച്ചാൽ നമ്മുടെ ഒരു മനസ്സിന് സംതൃപ്തി ചെയ്യുന്ന നിലയ്ക്ക് കുറച്ച് ഗപ്പികൾ തുടങ്ങി, അങ്ങനെ ഓരോ വെറൈറ്റികളായി തുടങ്ങി. പിന്നെ അധികം ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ഷോപ്പുകളിൽ ചോദിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുമ്പോൾ അവർ വിളിച്ചാൽ അവർക്കും കൊണ്ടു കൊടുക്കലുണ്ട്. കൂടുതലായി ഇവിടെ തന്നെ ആൾക്കാർ വന്ന് വാങ്ങലാണ്